നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ഇതൊക്കെ വലിയ വാർത്തകളായി പുറത്തു വരികയും ചെയ്തിട്ട് ഇതൊന്നും നിഷേധിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിക്കാനും കെട്ടിപ്പിടിക്കാനും തോളിലേറ്റി നടക്കാനും ഒക്കെ ഇപ്പോഴും ഈ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ല, പാർട്ടി നേതൃത്വത്തിന് വന്ന ആരോപണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ നടപടിയെടുത്തത്. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. രമേശ് ചെന്നിത്തലയെ പോലെ ഒരു മുതിർന്ന നേതാവ് രാഹുലിനെതിരെ തെളിവുള്ളതുകൊണ്ടാണ് നടപടിയെടുത്തതെന്ന് പറഞ്ഞിട്ടും അതൊന്നും കോൺഗ്രസ് പ്രവർത്തകർ കാര്യമായി എടുക്കാത്തത് എന്താണെന്ന് അറിയാമോ? അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കല്ല ഈ പാർട്ടിയിൽ. അല്ലെങ്കിൽ ഒരു കൂട്ടം രാഹുൽ മാങ്കൂട്ടങ്ങളാണ് ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി. അക്കൂട്ടത്തിൽ ഒരുത്തനാണ് തിരുവനന്തപുരം DCC സെക്രട്ടറി ആയിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിൻ. ഇയാൾ ഒരു നഗരസഭാ കൗൺസിലർ കൂടിയാണ്. ഒരു ലോൺ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇയാളെ സമീപിച്ചൊരു വീട്ടമ്മയെ പേപ്പറുകൾ ശരിയാക്കാനെന്ന് പറഞ്ഞ് ഓഫീസിൽ വിളിച്ചു വരുത്തി ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. അതിനുശേഷം വീണ്ടും വീണ്ടും ലൈംഗിക ആവശ്യങ്ങളുമായി ഈ വീട്ടമ്മയെ സമീപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ മനം മടുത്ത ആ സ്ത്രീ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇനിയും ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ലെന്ന് മനം നൊന്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വീട്ടമ്മയുടെ ആത്മഹത്യക്ക് കാരണക്കാരനായ ഒരു സ്ത്രീ പീഡകനെ ഇതുവരെയായും കോൺഗ്രസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് DCC സെക്രട്ടറി എന്ന പദവിയിലും മുനിസിപ്പൽ കൗൺസിലർ എന്ന പദവിയിലും കോൺഗ്രസ് നേതാവായി അയാൾ തുടരുകയാണ്. പിന്നെ സ്ത്രീ പീഡകരെ തോളിലേറ്റാനും മാലയിടാനും സ്വീകരിക്കാനും ഒക്കെ കോൺഗ്രസുകാർ തയ്യാറാവുന്നതിൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമുണ്ടോ?